ഹരേ കൃഷ്ണ. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊരു കഥയുണ്ട്. അർജുനൻ്റെ പുത്രനായ അഭിമന്യുവിൻ്റെ പുത്രൻ പരീക്ഷിത് രാജാവ് തക്ഷകൻ്റെ ദംശനമേറ്റ് മരിക്കാൻ ഇടയാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ പരീക്ഷിത് രാജാവിൻ്റെ മകനായ ജനമേജയന് പ്രതികാരം ഉണ്ടാവുകയും സർപ്പയജ്ഞം നടത്തി സകല പാമ്പുകളെയും തക്ഷകൻ ഉൾപ്പെടെയുള്ള സർപ്പങ്ങളെല്ലാം സർപ്പഹൂതി ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ യജ്ഞം നടത്തി സകല സർപ്പങ്ങളെയും അദ്ദേഹം തീയിലിട്ട് ദഹിപ്പിക്കുന്നുണ്ട്. എന്നാൽ തക്ഷകനെ മാത്രം കൊല്ലാൻ സാധിക്കുന്നില്ല. കാരണം തക്ഷകൻ അമൃത് ഭക്ഷിച്ച് അമരത്വമുള്ളവനായിരുന്നു. എന്നാൽ ഈ പ്രവൃത്തി ജനമേജയ രാജാവിന് ഒരുപാട് സർപ്പദോഷം വരുത്തി വയ്ക്കുകയും ശരീരമാസകലം കുഷ്ഠരോഗം, ഭേദമാകാത്ത കുഷ്ഠരോഗം ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മോചനം നേടാൻ എന്താ വഴിയെന്ന് ആലോചിക്കുമ്പം അത്രി മഹർഷിയുടെ പുത്രൻ ആത്രേയ മഹർഷി ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കാൻ ജനമേജയ രാജാവിനോട് പറയുന്നുണ്ട്. അങ്ങനെ ജനമേജയ രാജാവ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം ഭേദപ്പെടുകയും ചെയ്തുകൊണ്ടാണ് കഥ. ഹരേ കൃഷ്ണ.